റോക്കി കാരണം അല്ലെങ്കിൽ തൻ്റേതായ കുറ്റമല്ലാതെ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞ 3 ആഴ്ചയായി മാറി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സിജു. സിജുവും റോക്കിയും തമ്മിലുള്ള വാക്ക് തർക്കത്തിനിടയിൽ നീ എന്നെ തൊട്ടാൽ ഞാൻ നിന്നെ ഇടിക്കുമെന്ന് പറഞ്ഞപ്പോൾ മെല്ലെ റോക്കിയുടെ ശരീരത്തിൽ തലോടിയപ്പോൾ റോക്കി പ്രകോപിതനായി സിജോയിനെ ഇടിക്കുകയായിരുന്നു. എന്നാൽ കൈ മുറുക്കി ഇടിച്ച സമയം സിജോയുടെ താടിയെല്ലിനായിരുന്നു ക്ഷതമേറ്റത്. ഇത് കാരണമായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചയായി സിജോ പരിക്കേറ്റ് പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ സിജോ ഇന്ന് വീടിനുള്ളിലേക്ക് എത്തും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ് സിജോ വീടിനുള്ളിലേക്ക് വരുമ്പോൾ. അത് എല്ലാവരും, അതായത് പ്രത്യേകിച്ച് അർജുനെയൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുണ്ടാകുന്നൊരു കാര്യമായിരിക്കും. സിജോ അതിനകത്തൊരു നല്ല കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ പോലും സിജോ വളരെ വ്യക്തിത്വമുള്ള, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും തൻ്റെ അഭിപ്രായങ്ങൾ അത് അറിയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെയായിരുന്നു പിന്തുണ അർപ്പിച്ചുകൊണ്ടിരുന്നത്. റോക്കി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. റോക്കി ഇങ്ങനെ പ്രകോപിതനാവാൻ മാത്രം അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. സിജോയുടെ താടിയെല്ലിന് പരിക്കേറ്റതിന് പിന്നാലെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കാരണം റോക്കിയുടെ ഭാഗത്താണ് മുഴുവൻ സമയവും തെറ്റ് എന്ന് പറഞ്ഞിരുന്നു. സിജോ പ്രകോപിതനാക്കാൻ ശ്രമിച്ചു, എന്നാൽ സിജോയെ അങ്ങനെ അടിക്കാൻ പാടില്ലായിരുന്നുവെന്നും അതായിരുന്നു റോക്കി ചെയ്യേണ്ടിയിരുന്നതെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. പക്ഷേ റോക്കിയുടെ കൈവിട്ട് പോവുകയും റോക്കി ഇടിക്കുകയുമായിരുന്നു. ആ ഇടിയുടെ ക്ഷതമേറ്റായിരുന്നു സിജോയ്ക്ക് ഇത്രയും ദിവസവും പരിക്കുകളോടെ നിൽക്കേണ്ടി വന്നത്. അതെല്ലാവരെയും വേദനിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ സിജോയുടെ ഈ ഒരു അവസ്ഥ എല്ലാവർക്കും വളരെയധികം വേദനയാണ് ഉണ്ടാക്കിയത്. ഹൗസിൻ്റെ അകത്തും അത് വല്ലാത്ത പ്രക്ഷോഭത്തിലേക്ക് നീണ്ടു. ബിഗ് ബോസ് ചരിത്രത്തിൽ, അതായത് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ ഇങ്ങനെ പരിക്കേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ മറ്റൊരാൾ ഇടിക്കുന്നത്. മനഃപൂർവ്വം ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന കാര്യം ആദ്യമായിട്ടാണ്. ഇതിനു മുൻപ് ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിൽ ടാസ്കിൻ്റെ ഭാഗമായി നടന്ന പല കാര്യങ്ങളിൽ ഉന്തും തള്ളും ഒക്കെയായി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം രജിത് കുമാറാണ് ആദ്യം. രജിത് കുമാർ ഒരു ടാസ്കിൻ്റെ ഭാഗമായി തന്നെ കണ്ണിൽ മുളക് പൊടി മത്സരാർത്ഥിയുടെ മുഖത്ത് തേക്കുകയും അത് പിന്നീട് ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിൽ രജിത് കുമാറിനെ പുറത്തേക്ക് തള്ളിവിടാൻ മാത്രം കാരണമാവുകയും ചെയ്തു. രജിത് കുമാർ ആ സീസൺ വിജയിക്കേണ്ട ഒരു യഥാർത്ഥ വിന്നർ തന്നെയാണ്. അത് കഴിഞ്ഞുണ്ടായത് റോബിനാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇതുപോലൊരു ടാസ്കിൻ്റെ ഇടയിൽ വെച്ച് ബാത്റൂമിൽ കയറി വൈരവുമായി ഒളിച്ചിരുന്ന റോബിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ കൂടി സ്പ്രേ എടുത്ത് റിയാസ് അടിക്കുകയും അതിൻ്റെ ശ്വസനം സഹിക്കാൻ വയ്യാതെ ഇറങ്ങി ഓടുകയും ചെയ്യുന്ന സമയം റിയാസ് തടഞ്ഞപ്പോൾ റോബിൻ റിയാസിനെ തള്ളി മാറ്റുകയുമാണ് ഉണ്ടായത്. ഇതൊക്കെ തന്നെയും ടാസ്കുമായി ബന്ധപ്പെട്ട ടാസ്കിനിടയിൽ സംഭവിച്ച ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ മനഃപൂർവ്വം ടാസ്കിന് ശേഷം സംസാരത്തിനിടയിൽ തന്നെ ഇത് സംഭവിച്ചത് ആദ്യമായാണ്. മനഃപൂർവ്വം ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരിക്കുന്നത് ഇതാദ്യമായാണെന്നും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും ഇത് ബിഗ് ബോസിനെ തന്നെ പല പ്രശ്നങ്ങളിലേക്കും എത്തിക്കുകയാണ്. ഇതിന് പിന്നാലെ പല കേസുകളും ഉണ്ടായിരുന്നു. കുട്ടികൾ വരെ കാണുന്ന ഒരു ഷോയാണെന്നും അതിലൂടെ ഇങ്ങനത്തെ ഫിസിക്കൽ അസോൾട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് കാണിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നും ഒക്കെ തന്നെയും പറഞ്ഞുകൊണ്ടുള്ള കേസുകളും പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.